ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും എന്ന നമ്മുടെ വിശ്വാസ പരിശീലന പാഠാവലിയിലെ അവസാനത്തെ 12ാമത്തെ പാഠത്തിലേക്ക് ഈ എപ്പിസോഡിൽ നമ്മൾ എത്തുന്നു. കഴിഞ്ഞ 11 പാഠങ്ങളിലൂടെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ സംസാരിച്ചതുപോലെ, ചർച്ച ചെയ്തതുപോലെ, യേശുക്രിസ്തുവിലേക്ക് നടന്നടുക്കാനുള്ള വലിയ പരിശ്രമത്തിലായിരുന്നു നമ്മൾ ഓരോരുത്തരും. ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു, ധ്യാനിച്ചു വിശ്വാസവും ജീവിതവും. അബ്രാഹത്തിൻ്റെ വിശ്വാസം പോലെ, പരിശുദ്ധ അമ്മയുടെ വിശ്വാസം പോലെ അത്രയും വിശ്വാസത്തിലേക്ക് വളരാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചർച്ച ചെയ്തു. രണ്ടാമത്തെ പാഠത്തിൽ വിശ്വാസ വിരുദ്ധ സിദ്ധാന്തങ്ങൾ, ഒരു വിശ്വാസി ചെന്നെത്താൻ പാടില്ലാത്ത കുറേയധികം തലങ്ങളിലേക്ക് ആ പാഠം നമ്മളെ കൊണ്ടു ചെന്നെത്തിച്ചു. അകലം പാലിക്കേണ്ടതിനോട് അകലം പാലിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ അകലം പാലിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനോട് അടുക്കുകയാണ് ചെയ്യുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി. മൂന്നാമത്തെ പാഠത്തിൽ പെന്തക്കോസ്ത് സഭാ സമൂഹങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, എന്താണ് പെന്തക്കോസ്ത് പഠനത്തിൻ്റെ അബദ്ധങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ തെറ്റുകളാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത് എന്ന് നമ്മൾ കണ്ടു. നാലാമത്തെ പാഠം ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളായിരുന്നു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിശ്വാസിയാണെങ്കിലും കുറേയധികം പ്രലോഭനങ്ങളിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെ ജീവിക്കാം, പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ എങ്ങനെ ജീവിക്കാമെന്ന് അഞ്ചാമത്തെ പാഠം, ക്രിസ്തീയ ജീവിതം തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം, എന്തൊക്കെ ആയുധങ്ങൾ വിശ്വാസി ധരിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചു. 6ഉം 7ഉം പാഠങ്ങൾ ബൈബിളിനെക്കുറിച്ച്, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. വചനാധിഷ്ഠിതം ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് ഈ പാഠങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചു. 8ാമത്തെ പാഠത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കത്തോലിക്കാ സഭയും ഇതര ക്രൈസ്തവ സമൂഹങ്ങളെക്കുറിച്ച് പഠിച്ചു. 9ാമത്തെ പാഠത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ പഠിച്ചത് ഇതര മതങ്ങളെക്കുറിച്ച് പഠിച്ചു. 10ാമത്തെ പാഠം ക്രിസ്തീയ ജീവിതവും മാധ്യമങ്ങളും, മാധ്യമങ്ങളെ എങ്ങനെ സുവിശേഷവൽക്കരണത്തിന് ഉപയോഗപ്പെടുത്താം, വിശ്വാസി എങ്ങനെയാണ് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. 11 വിശ്വാസം യുക്തിയിൽ അധിഷ്ഠിതമായിരിക്കണം. ഈ പാഠങ്ങളൊക്കെ നമ്മളെ നയിക്കുന്നത് യേശുക്രിസ്തുവിലേക്കാണ്. 12ാമത്തെ പാഠം നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുവിൻ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഈ ലോകത്ത് ക്രിസ്തുവായി മാറി ക്രിസ്തുവിനെ ജീവിതത്തിലൂടെ പ്രഘോഷിക്കാൻ കടപ്പെട്ടവനാണ് എന്ന് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ചുറ്റുപാടും കണ്ണോടിച്ചാൽ ഇതിന് ഉദാഹരണങ്ങൾ നിരവധി കാണാൻ സാധിക്കും. ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രകമ്പനം കൊള്ളിക്കുന്ന, നിങ്ങളെ കൂടുതൽ ആകർഷിക്കുന്ന ലയണൽ മെസ്സി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചു നോക്കണം. കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുരിശു വരയ്ക്കാൻ ജാള്യതയില്ലാത്ത, നാണക്കേട് തോന്നാത്ത, ഗോളടിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ വിളിക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യൻ എന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാം. 2018 വേൾഡ് കപ്പിൽ അർജൻറ്റീന ജയിച്ചാൽ സാൻ നിക്കോളാസ് ദേവാലയത്തിലേക്ക്, തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കിലോമീറ്ററുകൾ നടന്നു പോയി നേർച്ച നിറവേറ്റിക്കൊള്ളാം എന്നൊക്കെ നമ്മെപ്പോലെയൊക്കെ നേർച്ച ചെയ്യുന്ന ഒരു വിശ്വാസി. രണ്ടാമത്തെ ഒരാളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. നിങ്ങൾക്കിഷ്ടപ്പെട്ട രണ്ടാമത്തെ ആൾ ക്രിസ്ത്യാനോ റൊണാൾഡോ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ വരുന്ന ആളാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇദ്ദേഹം കുറേയധികം വിസ്മയിപ്പിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. വിശ്വാസം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കുറേയധികം പ്രവർത്തികൾ കൊണ്ടും. ഇദ്ദേഹം ചെയ്യുന്നത് പ്രാർത്ഥനയുടെ മനുഷ്യൻ എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് ഒട്ടേറെ പേര്. പ്രാർത്ഥനയുടെ മനുഷ്യൻ. 2 അതുപോലെ തന്നെ ജപമാല മുതലായ സാധനങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾ. 3 പ്രാർത്ഥനയ്ക്കനുസരിച്ച് പ്രവൃത്തിയുള്ള മനുഷ്യൻ. വേൾഡ് വിഷൻ്റെ പ്രധാനപ്പെട്ട
സംഭാവനകൾ ചെയ്യുന്ന ആൾ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന സമ്പത്ത് ഒത്തിരി പേരുമായിട്ട് ഷെയർ ചെയ്യുന്ന കുറേയധികം സംഭവങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് കണ്ടെടുക്കാൻ സാധിക്കും. വിശ്വാസത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ശ്രമിക്കുന്നവർ. 3, നെയ്മർ. പ്രഘോഷിക്കാൻ യാതൊരു മടിയുമില്ല. കുറേയധികം ചിത്രങ്ങൾ നിങ്ങൾ കണ്ടു കാണും. 100% ജീസസ്. ഇദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ അണിഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങിയതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഇതാണ്: ഇദ്ദേഹം ഉൾപ്പെടുന്ന പാരീഷിൽ ഇദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ 10% കൃത്യമായി കൊണ്ടു കൊടുക്കുന്ന വ്യക്തി. ചുരുക്കത്തിൽ നമ്മൾ ഏതാനും പേരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് ഒരു വിശ്വാസിയുടെ ധർമ്മമാണ്. ക്രിസ്തുവിനെ ലോകത്ത് ജീവിതത്തിലൂടെ പ്രഘോഷിച്ച് കാണിക്കണം. ചുരുക്കത്തിൽ ഞാൻ ക്രിസ്തുവായി മാറണം. ക്രിസ്തുവായി മാറാനുള്ള ആഹ്വാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ആഹ്വാനം നമുക്കൊന്ന് കണ്ട് തിരിച്ചു വരാം. വിശുദ്ധ ഗ്രന്ഥം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്നും മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു: അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്തിന്? നിങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മൾ വായിച്ചു കേട്ടു, യേശു ക്രിസ്തു അപ്പസ്തോലന്മാർക്ക് സുവിശേഷ പ്രഘോഷണ ദൗത്യം നൽകുന്ന ഭാഗം. യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് തൊട്ട് മുൻപ് സ്വർഗാരോഹണത്തിന് സാക്ഷികളായ ശിഷ്യന്മാർ ആ സമയത്ത് ഈ ദൗത്യം പേറുന്നു. ബൈബിളിലൂടെ ഒരു തീർത്ഥയാത്ര നമ്മൾ നടത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരെ 3 വർഷം കൊണ്ട് നടന്ന് പഠിപ്പിച്ചു. യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. യേശുക്രിസ്തു പഠിപ്പിക്കുന്ന സമയത്ത് അപ്പസ്തോലന്മാരെ കൂടാതെ ശിഷ്യഗണമുണ്ട്, അതുകൂടാതെ വലിയൊരു ജനക്കൂട്ടമുണ്ട്. പക്ഷേ മനസ്സിലാവാത്ത ചില ഉപമകളൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നു അപ്പസ്തോലന്മാർക്ക്. അങ്ങനെ അപ്പസ്തോലന്മാരെ പഠിപ്പിച്ചതിന് ശേഷം വീണ്ടും യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾക്കൊക്കെ ദൃക്സാക്ഷിയായി, നേരിട്ട് കണ്ടു ഈ അത്ഭുതങ്ങളൊക്കെ. അതിനുശേഷമാണ് അവരെ സാക്ഷി ജീവിതത്തിലേക്ക് അയക്കുന്നത്. ശ്രദ്ധിച്ചാൽ 3 വർഷക്കാലം കൊണ്ടു നടന്ന് പഠിപ്പിച്ചു. 3 വർഷത്തെ കോഴ്സ് ഡിഗ്രി കോഴ്സാണ്. ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങിയവരാണ് അപ്പസ്തോലന്മാരെന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. അതേപോലെ 12 വർഷത്തെ പഠനം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുന്നു. 12ാമത്തെ പാഠമായി 12 വർഷത്തെ പഠനം. 1-ാം ക്ലാസ്സിൽ നിങ്ങളെ വേദപാഠം, വിശ്വാസ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കാമെന്ന് വിശ്വാസ പരിശീലനത്തിലൂടെയുള്ള പഠനം 1-ാം ക്ലാസ്സിൽ ആരംഭിച്ച് ഇപ്പോൾ ഈ 12ാം ക്ലാസ്സിൽ എത്തി നിൽക്കുന്ന സമയത്ത് യേശുക്രിസ്തു അപ്പസ്തോലന്മാരെ അയച്ചതുപോലെ ഈ സമൂഹത്തിലേക്ക് നമ്മെ അയക്കുന്ന സമയത്ത് യേശുക്രിസ്തു പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ അനുകരിക്കാൻ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി സമൂഹത്തിന് മാതൃകയാവേണ്ടത്, കുടുംബത്തിൽ മാതൃകയാവേണ്ടത്, അതുപോലെ ഇടവകയിൽ മാതൃകയാവേണ്ടത്, എങ്ങനെ ജീവിക്കാമെന്നാണ് ഈ പാഠം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കാമോ കൂട്ടുകാർക്ക്? ഓരോ ക്രിസ്തു ശിഷ്യനും ഈശോയുടെ സാക്ഷികൾ. ഓരോ ക്രിസ്തു ശിഷ്യനും ഈശോയുടെ സാക്ഷികൾ. ക്രിസ്ത്യാനിയെ പലപ്പോഴും ഉപമിക്കുന്നത് ഒരു പീഠത്തിന്മേൽ വച്ച വിളക്കിനോടാണ്. അതെല്ലാവർക്കും പ്രകാശം ചൊരിയുന്നത് പോലെ ക്രിസ്ത്യാനി, ക്രിസ്തുവിനെ അനുകരിക്കുന്ന വ്യക്തി എവിടെ ചെന്നാലും പ്രകാശം ചൊരിയുന്നവനാവണം. ആരെയും അന്ധകാരത്തിലേക്ക്, തിന്മയിലേക്ക് നയിക്കുന്നവനാകരുത്. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു നമ്മോട് ഇപ്രകാരം പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട്
സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഞാൻ എൻ്റെ സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. ആ രീതിയിൽ നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഈ വിശ്വാസ പരിശീലനം ഫലപ്രദമാണ്. അങ്ങനെ സാധിക്കുന്നുണ്ടോ എന്ന് കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് ക്രിസ്തുവിനെ അനുകരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ട സമയമാണിത്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വചനം, നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ക്രിസ്തു മതം പഠിപ്പിക്കുന്നത് കൽപ്പനകളുടെ സാരസംഗ്രഹമെടുത്താൽ വ്യക്തമാണ്. ഒറ്റ വാക്കിൽ കൽപ്പനകളെ നമുക്ക് ചുരുക്കാൻ പറ്റും: സ്നേഹിക്കുക. ഇതാണ് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത്. സ്നേഹത്തിൻ്റെ അപ്പസ്തോലന്മാരായി മാറാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാണ്. അടുത്തത് യേശു ക്രിസ്തു നമ്മെക്കുറിച്ച് പറയാണ്, ഭൂമിയുടെ ഉപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രുചി കൂട്ടുന്ന പദാർത്ഥം. ഒന്ന്, മറ്റുള്ളവരുടെ അവരുടെ ജീവിതത്തിൻ്റെ രുചി കൂട്ടാൻ, അവർക്ക് കൃത്യമായ ഗൈഡൻസ് കൊടുക്കാൻ, വേണ്ട ഇടപെടലുകൾ നടത്താൻ നമുക്ക് സാധിക്കണം. അവരുടെ ജീവിതത്തിൻ്റെ ശോഭ കെടുത്തുന്നവനല്ല ക്രിസ്ത്യാനി. 2, ലോകത്തിൻ്റെ പ്രകാശം. എല്ലാവരെയും നല്ല വഴിയിലൂടെ നയിക്കാൻ, നല്ല മാർഗത്തിലൂടെ അവരെ നയിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് സാധിക്കും. അതാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി യേശുക്രിസ്തുവിന് സാക്ഷികളാവാൻ നമുക്ക് പ്രത്യേകമായി നിയോഗം കിട്ടിയവരാണ് ക്രിസ്ത്യാനി. അതായത് ഒരു ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ ജനിച്ചത്, ജന്മനാ തന്നെ ക്രിസ്ത്യാനിയായി ജന്മം കൊണ്ടിട്ടില്ല. തെർത്തുല്യൻ നമ്മളെ പഠിപ്പിക്കുന്നത്, പണ്ഡിതനായ തെർത്തുല്യൻ നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? മാമോദീസായിലൂടെയാണ് ക്രിസ്ത്യാനിയായി നമ്മൾ ജന്മം കൊണ്ടത്. ക്രിസ്ത്യാനിയായി ഞാനും നിങ്ങളും ജന്മം കൊണ്ടത് മാമോദീസ എന്ന കൂദാശയിലൂടെയാണ്. തൈലാഭിഷേക കൂദാശ അല്ലെങ്കിൽ സ്ഥൈര്യലേപനം, ഈ കൂദാശയിലൂടെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ശക്തി കിട്ടി ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനും ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കാനുമുള്ള വലിയ ഒരു വരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് യേശുക്രിസ്തു അപ്പസ്തോലന്മാരോടും പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആ സമയത്താണ് ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളാവാൻ പോകുന്നത്. നമുക്ക് ഈ കുദാശ ലഭിച്ചു കഴിഞ്ഞവരാണ് യേശുക്രിസ്തുവിന് സാക്ഷികളാവാനുള്ള ഈ തൈലാഭിഷേകം എന്ന കൂദാശയും ലഭിച്ചു കഴിഞ്ഞവരാണ്. ഇനി നമുക്ക് ഒന്ന് ചിന്തിക്കാം, സാക്ഷ്യത്തിൻ്റെ വിവിധ തലങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത്, ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന പ്രധാനപ്പെട്ട തലങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായും 3 തലങ്ങളാണുള്ളത്. 3 തലങ്ങൾ. 1 കുടുംബം, 2 ഇടവക, 3 സമൂഹം. കുടുംബം ഒന്നാമത്തെ സാക്ഷ്യത്തിൻ്റെ തലം കുടുംബമാണ്. നമുക്ക് കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാം. എൻ്റെ മുന്നിൽ ഇരുന്ന് ഇപ്പോൾ എന്നെ ശ്രവിക്കുന്ന നിങ്ങളൊക്കെ ഇത്രയും മാതൃകാപരമായി പെരുമാറുന്നത്, ആരും പറയാതെ തന്നെ എല്ലാ ദിവസവും അല്ലെങ്കിൽ കടമുള്ള ദിവസങ്ങളിലും ദേവാലയത്തിലേക്ക് പോവാൻ തയ്യാറാവുന്നത്, ആ വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും അടുത്തുനിന്ന് കിട്ടിയതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ദൈവാലയം നിങ്ങളുടെ വീടാണ്. നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ അധ്യാപകൻ, മതാധ്യാപകൻ നിങ്ങളുടെ അച്ഛനും അമ്മയുമാണ്. ഏറ്റവും വലിയ അധ്യാപകരും അവർ തന്നെയാണ്. സത്യത്തിൽ അവർ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്നത് പോലെ അല്ല. അവർ വാക്കുകൾ കൊണ്ട് അധികം പഠിപ്പിച്ചില്ലെങ്കിലും ജീവിതം കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്നു. പലതും ജീവിതം കൊണ്ടാണ് അവർ പലതും നിങ്ങളെ പഠിപ്പിക്കുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അപ്പനെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ കണ്ണ് നിറയും. അമ്മ ചെറുപ്പത്തിലേ മരണപ്പെട്ടു. സൈനികനായ അപ്പൻ സൈനിക സേവനമൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പനും ഞാനും മാത്രമേ വീട്ടിലുള്ളൂ. എൻ്റെ അപ്പൻ്റെ പ്രത്യേകത, വാചാലമായി സംസാരിക്കില്ല. പക്ഷെ സംസാരിക്കുന്നതൊക്കെ ജീവിതത്തിലൂടെയാണ്. 2 സംഭവങ്ങൾ എന്നിട്ട് മാർപ്പാപ്പ പറയാണ്, ഞാൻ ചില രാത്രികളിൽ ഉറക്കം തെളിഞ്ഞിട്ടുണ്ട്. അത് അർദ്ധരാത്രിയിലൊക്കെയാണ്.
ആ സമയത്തും എൻ്റെ അപ്പൻ കിടക്കുന്ന മുറിയിൽ ലൈറ്റ് ഓഫായിട്ടില്ല. ഞാൻ സൗണ്ട് കേൾപ്പിക്കാതെ അപ്പൻ്റെ റൂമിലേക്ക് ചെന്ന് എത്തി നോക്കി. പുറത്തുനിന്ന് ഞാൻ എത്തി നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് ഈ പട്ടാളക്കാരനായ എൻ്റെ അപ്പൻ മുട്ടുകുത്തി കൈ വിരിച്ചു പിടിച്ച് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അപ്പൻ എന്നെ പലതും പഠിപ്പിച്ചു. ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കാൻ ഞാൻ പോയി നിൽക്കുന്ന സമയത്ത് ഞാൻ 2 ദിവസം ശ്രദ്ധിച്ചു. ഏറ്റവും മുന്നിൽ പോയി നിൽക്കുന്ന ഒരാൾ വിശുദ്ധ ബലി ആരംഭിച്ച സമയം മുതൽ അവസാനം വരെ മുട്ടിന്മേൽ നിൽക്കുന്നു. ആരെന്നറിയാൻ വേണ്ടി അവിടെ പോയി ഞാൻ നോക്കിയപ്പോൾ കണ്ടു എൻ്റെ അപ്പനെ. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ സെമിനാരി എൻ്റെ വീട്, എൻ്റെ ആദ്യത്തെ സെമിനാരി റെക്ടർ എൻ്റെ അപ്പൻ. മാർപ്പാപ്പയുടെ അവസാന കാലം, എഴുന്നേറ്റ് തനിയെ നടക്കാൻ ബുദ്ധിമുട്ടുന്ന മാർപ്പാപ്പ കൂടെ ഉള്ളവരോട് പറഞ്ഞു, എനിക്ക് സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള സമയം അടുത്തു. ആ സ്വർഗയാത്രയ്ക്ക് മുൻപ് എനിക്കൊരു തീർത്ഥയാത്രയും കൂടി പൂർത്തിയാക്കണം. എങ്ങോട്ടാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുപോയി. 2 പേര് കൈക്ക് പിടിച്ച് ഇറക്കിയ സമയത്ത് വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മാർപ്പാപ്പയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ജേർണലിസ്റ്റുകളൊക്കെ ചുറ്റും കൂടിയിട്ടുണ്ട്. ശാലോം റിപ്പോർട്ട് ചെയ്ത സമയത്താണ്, സൺഡേ ശാലോമിലാണ് ഞാനിത് വായിച്ചത്. വളരെ ഹൃദയസ്പർശിയാണ്. ഉള്ളിലേക്ക് കയറിയ സമയത്ത് മാർപ്പാപ്പ കൈക്ക് പിടിച്ചവരോട് പറഞ്ഞു, എനിക്ക് ആദ്യം കാണേണ്ടത് എൻ്റെ അപ്പൻ കിടന്നിരുന്ന മുറി, എൻ്റെ അപ്പൻ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച മുറി. അവിടെ ചെന്ന് മാർപ്പാപ്പ, നിൽക്കാൻ ബുദ്ധിമുട്ടുന്ന മാർപ്പാപ്പ വളരെ ബുദ്ധിമുട്ടി മുട്ടുകുത്തി കട്ടിലിൽ മുഖമമർത്തി ഏങ്ങലടിച്ചു കരഞ്ഞു. എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു മുറി ഇവിടെ ഉണ്ട്. അവിടെ എത്തിയപ്പോൾ മാർപ്പാപ്പ ചെറിയ കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ കരഞ്ഞു. സ്വന്തം അപ്പൻ ചേർത്ത് നിർത്തിയതും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും ഫോർമേഷൻ്റെ വലിയൊരു സ്ഥലമായിരുന്നു അവരുടെ വീടിൻ്റെ ഈ പ്രാർത്ഥനാ മുറി. അതിനുശേഷം മാർപ്പാപ്പ പറഞ്ഞു, അമ്മയെക്കുറിച്ച് നല്ലൊരു ചിത്രം എൻ്റെ മനസ്സിലില്ല. കാരണം എൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് മുൻപേ അമ്മ ലോകത്തു നിന്ന് യാത്രയായി. പക്ഷേ എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്കു വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം ഈ വീടിൻ്റെ അടുക്കളയാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് മാർപ്പാപ്പ പറഞ്ഞു, എന്നെ ജോൺ പോൾ സെക്കൻഡിലേക്ക് വളർത്തിയത് എൻ്റെ അച്ഛനാണ്. സത്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെക്കുറിച്ച്, നിങ്ങളുടെ അപ്പനെക്കുറിച്ച്, നിങ്ങളുടെ അമ്മയെക്കുറിച്ച് ആലോചിച്ച് നോക്ക്. നമ്മൾ ഈ പ്രായത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് അവരുടെ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. ഈ സമയത്ത് നമ്മളൊരു പ്രതിപക്ഷ നേതാവിനെ പോലെ ഈ സമയത്ത് വീട്ടിൽ നിൽക്കും. അവർ കാണിക്കുന്നതൊക്കെ മണ്ടത്തരമെന്ന് നമ്മൾ വ്യാഖ്യാനിക്കും. നമ്മുടെ ഈ സമയത്തെ ഈ ഏജിൻ്റെ പ്രത്യേകത കൊണ്ട് അങ്ങനെ ചിന്തിക്കും. ഒന്ന് മാറ്റി ചിന്തിക്കുക. കലാം പറയുന്നത് പോലെ, APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ അഗ്നിച്ചിറകുകളിൽ സ്വന്തം ബാപ്പയുടെ 8 ക്വാളിറ്റീസ് എഴുതി വെച്ചു, അമ്മയുടെ 5 ക്വാളിറ്റീസും എഴുതി വെച്ചു. അതിനുശേഷം അദ്ദേഹം പറയാണ്, ഇത്തരത്തിൽ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ക്വാളിറ്റീസിനെ കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. എന്നെ വിശ്വാസത്തിലേക്ക് എത്തിച്ചത്, എന്നെ വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ നടത്തിയത് എൻ്റെ അപ്പനും അമ്മയുമാണ്. സ്നേഹത്തോടെ ഓർക്കാം. കുടുംബം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നും കൂടി പറഞ്ഞ് അടുത്ത തലത്തിലേക്ക് പോവാം. അതുകൊണ്ട് കാണപ്പെട്ട ദൈവം, മാതാ പിതാ ഗുരു ദൈവം ചൊല്ലാണ്. ആർഷഭാരത സംസ്കാരം അനുസരിച്ച് പ്രൈമറി ക്ലാസ് മുതൽ ഏറ്റു ചൊല്ലുന്നതാണ്. ഒന്നും കൂടി ചൊല്ലെന്ന് ചൊല്ലി നോക്കാം. മാതാ പിതാ ഗുരു ദൈവം. 1-ാം സ്ഥാനത്ത് ദൈവം കൊണ്ട് നിർത്തിയിരിക്കുന്നത് ആരെയാണ്? 1-ാം സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അമ്മയാണ്. അമ്മ നിങ്ങൾക്ക് വേണ്ടി അത്രയും വേദനകൾ പേറിയ ആൾ, കഷ്ടപ്പാടുകൾ ഏറ്റെടുത്ത ആൾ. 2-ാം സ്ഥാനത്ത് അച്ഛൻ, ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി അഹോരാത്രം അത്യധ്വാനം ചെയ്യുന്ന വലിയൊരു മനുഷ്യൻ. 3-ാം സ്ഥാനത്ത് ഗുരു. 4-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവം അത്രയും മുന്നിൽ നിർത്തിയിരിക്കുന്ന നിങ്ങളുടെ അപ്പനെയും അമ്മയും എങ്ങനെ കാണണം? എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ലിഹ പറയുന്നത് പോലെ, നിങ്ങൾക്ക് ദീർഘകാലം ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് ഒരു സംതൃപ്തകരമായ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടണോ? നന്മകൾ ജീവിതത്തിലേക്ക് കടന്നു വരണമോ? അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. 2, നിങ്ങൾക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തണോ? കൊളോസ്യർക്കുള്ള ലേഖനത്തിൽ പൗലോസ് ലിഹ വീണ്ടും പറയാണ്, ദൈവത്തെ പ്രീതിപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നാണ്. അത് നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിച്ചാൽ മതി. പൗലോസ് ലിഹ
ഇത് കുടുംബതലം. വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബം. നമ്മൾ സൺഡേ സ്കൂളിൽ വിടുന്നത് വരെ നമ്മുടെ സൺഡേ സ്കൂളായിരുന്ന, നിങ്ങളെ കിൻഡർ ഗാർഡനിലേക്ക് KG വിടുന്നതിന് മുമ്പ് നമ്മുടെ KG ആയിരുന്ന, അതിനുശേഷം ഉപരിപഠനം വരെ വീട്ടിൽ നമ്മൾ നടത്തിക്കൊണ്ട് പോവുകയാണ് ഈ പഠനം. രണ്ടാമത്തെ തലത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇടവകയാണ് രണ്ടാമത്തെ തലം. വിശ്വാസിയുടെ ഹൃദയമാണ് ഇടവക. വിശ്വാസിയുടെ ഹൃദയമാണ് ഇടവക. ഹൃദയത്തോട് ചേർന്ന് നിൽക്കണം. കൂടുതൽ ഊർജ്ജസ്വലമായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഇടവകയോട് ചേർന്ന ഒരു ജീവിതം, ഇത് ഒരു കത്തോലിക്കൻ്റെ ജീവിതം ഏറ്റവും അധികം യേശുക്രിസ്തുവിനോട് ചേർന്നൊരു ജീവിതമായി മാറണമെങ്കിൽ എൻ്റെ ഇടവകയോട് ചേർന്നൊരു ജീവിതം നയിക്കാൻ എനിക്ക് സാധിക്കണം. എങ്ങനെ ഇടവകയോട് ചേർന്ന് നിൽക്കാം? എൻ്റെ മനസ്സിൽ വരുന്ന കുറേയധികം കഥാപാത്രങ്ങളുണ്ട്. ഒരു വ്യക്തി രാവിലെ എഴുന്നേറ്റ് 3 മണിക്ക് റബ്ബർ വെട്ടി 3 കിലോമീറ്റർ നടന്ന് 6:30 മണിയുടെ വിശുദ്ധ ബലിയിൽ എല്ലാ ദിവസവും പങ്കെടുത്ത് തിരിച്ചു വന്ന് റബ്ബർ പാലെടുത്ത് അദ്ദേഹത്തിൻ്റെ പറമ്പിൽ പണി ചെയ്യും. പണി കഴിഞ്ഞ് വന്ന് ഇടയ്ക്ക് ഉച്ചഭക്ഷണത്തിന് വരുന്ന സമയത്തും ഭക്ഷണം കഴിഞ്ഞ് അരമണിക്കൂർ ഇരുന്ന് ജപമാല ചൊല്ലി, ജപമാല കഴിഞ്ഞ് പറമ്പിലേക്ക് പോയി വൈകുന്നേരത്തെ പ്രാർത്ഥനയും നടത്തുന്ന ഒരു വ്യക്തിയെ അടുത്തറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭാര്യയുടെ അച്ഛൻ, അദ്ദേഹത്തിന് ക്യാൻസർ പിടിപെട്ടു. ക്യാൻസർ പിടിപെട്ടപ്പോൾ ട്രീറ്റ്മെൻറ്റിനായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടീഷൻ ഇതാണ്: രാവിലെ എഴുന്നേറ്റ് ഈ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ഒരു ചാപ്പലുണ്ട്, ആ ചാപ്പലിൽ പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ അനുവദിക്കണം. ഇങ്ങനെ ഇടവകയോട് ചേർന്ന്, അവിടുത്തെ ഭക്തസംഘടനകളുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് ഒരു പ്രവർത്തനം ഒരു ജീവിതചര്യയാക്കി മാറ്റുന്ന സമയത്ത് നമ്മൾ ക്രിസ്തുവായി മാറും. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായി നമുക്ക് തോന്നും. 3, ഇതിൻ്റെ ഒരു സമൂഹതലം സാക്ഷ്യത്തിൻ്റെ അടുത്ത ഒരു മേഖലയാണ്. സമൂഹത്തിൽ ക്രിസ്തുവായി മാറണം. സത്യത്തിൽ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ചരിത്രം മുഴുവൻ പഠിക്കുന്ന സമയത്തും യേശുക്രിസ്തു കാണിച്ചു തന്ന വഴിയിലൂടെ ഒത്തിരി പേര് ഇവിടെ ജീവിച്ച് കാണിച്ചതുകൊണ്ട് ഈ രാജ്യത്ത് ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ചരിത്രം പഠിക്കുന്ന സമയത്ത് വല്ല അത്ഭുതപ്പെടുത്തുന്ന കുറേയധികം കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കേരളത്തിൽ അടിമക്കച്ചവടം നിലനിന്നിരുന്ന കേരളത്തിൽ അടിമക്കച്ചവടം ഇല്ലാതാക്കാൻ വേണ്ടി മിഷനറിമാർ ചെയ്ത ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ. അവർ പറഞ്ഞു 3.5 ഏക്കർ സ്ഥലം വാങ്ങുമ്പോൾ 9 അടിമകളെ കൂടി ഈ കേരള നാട്ടിൽ കൊടുത്തിരുന്നു. അവർക്ക് 14 രൂപയാണ് ഒരു അടിമയ്ക്കുണ്ടായിരുന്ന വില. ആ മനുഷ്യനെ എന്തു വേണമെങ്കിലും ചെയ്യാം, കൊന്നുകളയാം. അടിമ കച്ചവടം ഈ പോത്തുകളെയൊക്കെ കൊണ്ട് കെട്ടുന്നത് പോലെ ചന്തയിൽ കെട്ടിയിരുന്നു. അങ്ങനെ കെട്ടുന്ന സമയത്ത്, അവരെ കൊണ്ട് നിർത്തുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ കാണും. ഒന്നിച്ച് ഒരാൾ ലേലം വിളിച്ചുകൊണ്ട് പോവില്ല. ഭാര്യ ഒരാൾ കൊണ്ടുപോയി, ഭർത്താവിനെ ഒരാൾ കൊണ്ടുപോയി, കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. അടിമകൾ നിന്ന് കരയുന്നത് കാണാം. ഒരിക്കലും ഇനി ഈ കുടുംബം ഒന്നിച്ച് കാണില്ല. ഇത്തരത്തിൽ ഭീകരമായ അന്തരീക്ഷത്തിന് മാറ്റം കുറിച്ചത് മലബാർ മാനുവലിൽ എഴുതി വച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ അനുകരിക്കുന്ന കുറേയധികം മിഷണറിമാർ ഈ നാട്ടിൽ വന്നതുകൊണ്ട് അവർ ചോദിച്ചു, എന്ത് മഹാപാപാണ് നിങ്ങൾ ചെയ്യുന്നത്? മൃഗത്തെക്കാളും വിലകെട്ട രീതിയിൽ ഇങ്ങനെ മനുഷ്യനോട് പെരുമാറരുത്. തിരുവിതാംകൂർ രാജാവിൻ്റെ അടുത്തും കൊച്ചി രാജാവിൻ്റെ അടുത്തും നിവേദനങ്ങളുടെ ഒരു പെരുമഴക്കാലം പിന്നെ കാണാം. നമുക്ക് അവസാനം ഇത് നിരോധിച്ചതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ സമൂഹത്തിൽ ഞാൻ ആയിരിക്കുന്ന മേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റും. ഞാൻ ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് എൻ്റെ സ്കൂളിൽ ഞാൻ ക്രിസ്തുവായി മാറിയേ പറ്റൂ. അതെൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ഡ്യൂട്ടിയാണ്. ഇത് കൃത്യമായി ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കണം. പ്രിയപ്പെട്ട അനുജന്മാരെ, നമുക്ക് ചിന്തിക്കാം, ക്രിസ്തുവിലേക്ക് നടന്നെടുക്കാൻ പറ്റുന്നുണ്ടോ? ക്രിസ്തുവിനെ അനുകരിക്കാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കട്ടെ. 1 മിനിറ്റ് സമയം നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ആനയിച്ചതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ സ്നേഹത്തിൻ്റെ പ്രവാചകന്മാരായി മാറാൻ, ഞങ്ങൾ സൽപ്രവൃത്തികളിലൂടെ അങ്ങയെ പ്രഘോഷിക്കാൻ, ക്രിസ്തുവായി മാറാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ചിന്തിക്കാം, ഒരു യുവാവ് അല്ലെങ്കിൽ ഈ കൗമാരക്കാലത്ത് ഉള്ള നിങ്ങൾ, ടീനേജിലുള്ള നിങ്ങൾക്ക് ക്രിസ്തുവിനെ അനുകരിക്കാൻ പറ്റിയ മേഖലകൾ ഏതൊക്കെ? പുസ്തകത്തിൽ ഒന്നാമത്തെ ചർച്ചയ്ക്ക് കൊടുത്ത ചോദ്യമാണിത്.
ഒന്ന് എഴുതണം. 1ഉം 2ഉം ചോദ്യങ്ങളുടെ ഉത്തരം കൂടി കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കണം. ഈ ഒരാഴ്ചക്കാലം നമുക്ക് ധ്യാനിക്കാം വചനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം തിരുവചനം. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.